നമ്മൾ മലയാളികൾ ബിസിനസ് ചെയ്യാനും ജീവിക്കാനും വേണ്ടിയിട്ട് അന്യ രാജ്യങ്ങളിലും അന്യ സംസ്ഥാനങ്ങളിലും പോകുമ്പം അന്യ സംസ്ഥാനത്തെ ആളുകൾ ഇവിടെ വന്ന് ബിസിനസ് ചെയ്തിട്ട് കേരളം നമ്പർ 1 ആണെന്ന് പറയുന്നു. அண்ணா கேரளா சூப்பரு. எதுக்கு காஷ்மீர் கன்னியாகுமரி சுத்திருக்கு. ஆனா கேரளா ஃபர்ஸ்ட் டைம் தான் இங்கே. சூப்பரா இருக்கு. ஃபுட்டா அதோ கிளைமேட் ஆகட்டும் மனுஷ ஆகட்டும் மார்க்கெட் இருக்கு. இது இங்க போட்டு எடுக்க மாட்டாங்க யாருமே திருத்த மாட்டேன். അതേ മാതിരി ഇരിക്കും. ഏനാ കാശ്മീർ എല്ലാം എന്താ മാതിരി അല്ലേ? നമ്മുടെ നാട്ടുകാർ നല്ല ആൾക്കാരെന്നാ പറയുന്നത് കേട്ടോ. മധ്യപ്രദേശ് കൽക്കത്ത മഹാരാഷ്ട്ര കർണാടക ആന്ധ്ര വേസ്റ്റ് കേരള നമ്പർ 1. ഇവർക്ക് ഈ പ്രൊഡക്റ്റ് അവരുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ പോരെ എന്ന് ഞാൻ ചോദിച്ചിരുന്നു. കാരണം ഇവർക്ക് ഈ ഈറ്റ കിട്ടുന്നത് അവരുടെ നാട്ടിൽ നിന്നാണ്. അപ്പോഴാണ് ഇതിന്റെ ബാക്കിലുള്ള ഒരു ബിസിനസ് ആൾ പറഞ്ഞത്, പ്രൊഡക്റ്റ് അവരെ നാട്ടിൽ നിന്ന് അവർ ഉണ്ടാക്കി ഇങ്ങോട്ട് കൊണ്ടുവരുമ്പം അതിന്റെ സ്പേസ് കൂടുതലാണ്, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും കൂടുതലാണ്. നേരെ മറിച്ച് റോ മെറ്റീരിയൽ മാത്രം ഇവിടെ കൊണ്ടുവന്ന് ഇവർ ഇവിടെ നിന്ന് തന്നെ ഉണ്ടാക്കുമ്പോൾ ആ ഈറ്റ കൊണ്ടുവരാനുള്ള ഒരു സ്പേസ് മാത്രം മതി ഇവർക്ക്. ചെയ്യുന്ന ബിസിനസ് വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ആ ഒരു ബിസിനസ് എങ്ങനെ വലുതാക്കാം അല്ലെങ്കിൽ എങ്ങനെ അത് പ്രോഫിറ്റബിൾ ആക്കാം എന്ന് ചിന്തിച്ച് അത് എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരാളാണ് നല്ലൊരു ബിസിനസ്മാൻ. നല്ലൊരു ബിസിനസ്മാൻ ആകണം എന്നാണ് നിങ്ങൾ ആഗ്രഹം എന്നുണ്ടെങ്കിൽ ഓൾറെഡി ബിസിനസ് ചെയ്യുന്ന ആളുകളെ എടുത്ത് പോയിട്ട് എന്തെങ്കിലും ഒരു അഡ്വൈസ് ചോദിക്കും. എന്തെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല. അതുപോലെ ഈ ഒരാളെടുത്ത് നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. ബിസിനസ് ചെയ്യാൻ കേരളം പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.